ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ ട്രേഡിംഗ് യാത്രയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ശീലം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ട്രേഡുകൾ എഴുതുന്ന ശീലം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടി ഈ ഒരു മാസ അവസാനത്തെ ദിവസം, ഈ ഒരു വാരാന്ത്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുക്കുന്നത് എന്ന് എഴുതുക. എന്തൊക്കെയാണ് നിങ്ങളതിൽ കണ്ടിരിക്കുന്ന പോയിന്റ്സ്, എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, എന്താണ് ഈ ട്രേഡിൻ്റെ അടിസ്ഥാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ആ ട്രേഡ് അവസാനിപ്പിക്കുമ്പോൾ അതും എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് സംഭവിച്ചു ആ ട്രേഡിൽ, നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്നും ലാഭമാണോ നേടിയത്, അതോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം നഷ്ടത്തിലൂടെ ലഭിച്ചുവോ, ഇങ്ങനെ എന്തൊക്കെയായിരുന്നു ആ തുടക്കത്തിൽ എഴുതിയതിൻ്റെ എന്തൊക്കെ റിസൾട്ടുകളാണോ അത് മുഴുവൻ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. ഈ സ്ഥിതിവിവര കണക്കുകൾ എഴുതുന്നതിലൂടെ അനുഭവങ്ങളുടെയും തീരുമാനങ്ങളുടെയും വിലയേറിയ ഒരു റെക്കോർഡാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇത് ശീലമാക്കുക. ഇത് ശീലമാക്കുന്നത് വഴി നിങ്ങളുടെ അറിവ് വർദ്ധിക്കുക മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും. ഏതാനും ആഴ്ചകൾ, ചിലപ്പോൾ ഒരു 10-20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് ഈ റെക്കോർഡുകൾ, ഓരോ ദിവസവും ഞാൻ എടുത്ത ട്രേഡുകൾ എന്ത് കാരണം കൊണ്ടെടുത്തു, എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്ന് ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാനും ആ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ട്രേഡിംഗ് സൈക്കോളജിയെ മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നു. ഇതൊരു റെക്കോർഡ് ബുക്കാണ്. നിങ്ങൾ വളരെ ലളിതമായി തള്ളിക്കളയരുത്. ഇത് വളരെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവകരമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ആരംഭിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, നമുക്കൊരു ശീലം, ഒരു സ്ഥിരമായിട്ടൊരു എന്ത് കാര്യം ഒരു ശീലമായി വരണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് 41 ദിവസമെങ്കിലും അത് ചെയ്തുകൊണ്ട് പോകണം. അപ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ അതൊരു ശീലമായിട്ട് നമ്മളറിയാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ അത് ചെയ്തു വരുന്ന ഒരു രീതിയിലേക്ക് അത് എത്തുക. അപ്പോൾ ഓർക്കുക, ഇന്ന് ആണ് ബെസ്റ്റ് ദിവസം. നാളെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മോശം ദിവസമാണ്. അതുകൊണ്ട് നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റി വയ്ക്കാതെ ഇന്ന് ഈ മനോഹരമായ ദിവസത്തിൽ, ഈ സന്തോഷകരമായ ഈ ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എത്ര ഹാപ്പിയാണ് ഇപ്പോൾ ഈ രാവിലെ ഉറങ്ങി എണീറ്റ് വന്നു കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു കഴിയുമ്പോൾ നല്ലൊരു മൂഡിൽ, നല്ലൊരു പവറിൽ, നല്ലൊരു എനർജിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഈ ശീലം ആരംഭിക്കും. നിങ്ങൾക്ക് നാളത്തേക്കായിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് തന്നെ തുടങ്ങി, ഇന്ന് തന്നെ അത് ഒരു ശീലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകളുണ്ട്, അതെല്ലാം കയറി ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇന്ന് 2024 മെയ് 31 വെള്ളിയാഴ്ചയാണ്. ഒരു വാരാന്ത്യമാണ്. ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. അതുപോലെ ഈ മാസത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് US മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട്. GDP ഗ്രോത്ത് പ്രതീക്ഷിച്ച രീതിയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ദെൻ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോളോ ഹോസ്പിറ്റൽ, ഭാരത് ഡൈനാമിക്സ്, മുത്തൂറ്റ് ഫിനാൻസ്, BGR എനർജി, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സ്റ്റോക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ മറ്റൊരു സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ എക്കണോമി ഗ്രോത്ത് എന്ന് പറയും 6.7% മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരു വിദഗ്ധ പാനലിൻ്റെ ഒരു സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മണി കൺട്രോളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തീരുമാനങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പവർ ഡിമാൻഡ് 250 GW ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പാണ്. മെയ് 30 ഈ കൺസപ്ഷൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കാരണം ചൂട് കൂടിയത് തന്നെയാണ് ഇതിന് കാരണം. കേരളത്തിൽ മഴ തുടങ്ങിയിട്ടുണ്ട്, എല്ലായിടത്തും അത് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പേടിഎം, ഞാൻ ഓൾറെഡി ഇത് ഇന്നലത്തെ വാർത്ത ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. പേടിഎം 2 ദിവസമായിട്ട് 5% അപ്പർ സർക്യൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നതാണ്. ഗൗതം അദാനി ഇതിൻ്റെ 197 കമ്പനി, അതായത് പേടിഎമ്മിൻ്റെ പാരന്റ് കമ്പനിയുടെ വലിയൊരു ഓഹരി വീതം ഗൗതം അദാനി വാങ്ങിക്കുന്നു എന്ന ഒരു വാർത്ത വന്നതിൻ്റെ പിന്നാലെയാണ് ഈ സ്റ്റോക്ക് ഇങ്ങനെ കയറിപ്പോകുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ Q4 നെറ്റ് പ്രോഫിറ്റ് 77% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീറാം
പ്രോപ്പർട്ടീസിൻ്റെ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 32% വർദ്ധിച്ചതായാണ് കാണുന്നത്. ഇമാമി റിയാലിറ്റി Q4 എന്താ പറയുക നെറ്റ് ലോസ് ആണ്. Q4 റിസൾട്ട് നെറ്റ് ലോസ് 70 കോടി ആയതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോഡ്ഫ്രേ ഫിലിപ്സ് Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 46% വർദ്ധിച്ചതായാണ് കാണാൻ സാധിക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസ് Q4 റിസൾട്ടിൽ പ്രോഫിറ്റ് 17% വർദ്ധിച്ചതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ഈ രണ്ട് കമ്പനികൾ US മാർക്കറ്റിൽ നിന്നും ഏകദേശം 35,000-ലധികം ക്വാണ്ടിറ്റി ബോട്ടിൽസ് ഓഫ് മെഡിസിൻ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ എന്തോ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. അത് കണ്ണിന് ട്രീറ്റ് ചെയ്യുന്ന മരുന്നാണ്. അപ്പോൾ അത് ഈ രണ്ട് സ്റ്റോക്കുകൾക്കും അതൊരു നെഗറ്റീവായി വരാനുള്ള സാധ്യതയുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ, സൺ ഫാർമ ആൻഡ് ഡോക്ടർ റെഡ്ഡീസ്. ദെൻ ഇത്രയൊക്കെയാണ് ഈ ഒരു രാവിലെ നിങ്ങൾക്കായിട്ടുള്ള ന്യൂസ് ഹൈലൈറ്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ക്ലിയർലി മാർക്കറ്റ് US മാർക്കറ്റ് ബെയറിഷ് ആയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. ഡോ ജോൺസ് 1% അടുത്ത് താഴെ പോയിട്ടുണ്ട്. അതേപോലെ നെസ്ഡാക്ക് 1.08% താഴെ പോയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ പക്ക ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് എല്ലാ മാർക്കറ്റുകളും അതായത് ഏഷ്യൻ മാർക്കറ്റും മറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും ഇൻഡെക്സുകളെല്ലാം തന്നെ ഗ്രീനിലാണുള്ളത്. ഇപ്പോൾ US മാർക്കറ്റ് ജസ്റ്റ് നമ്മൾ ഉറങ്ങിയെണീക്കുന്നതിന് മുൻപേ അത് അവർ അവസാനിച്ചതാണ്. സോ ഇതിൻ്റെ ഒരു ട്രെൻഡ് നമ്മുടെ മാർക്കറ്റിലും ഫോളോ ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് 22,710-ലാണ്. ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 52 പോയിന്റ് താഴെ 22,658-ലാണ്. 22,708 ഡേ ഹൈയും 22,658 ഡേ ലോയും ആണ്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,690-ലാണ്. അതായത് ഇന്നലെ ക്ലോസ് ചെയ്തതിൽ നിന്നും 20 പോയിന്റ് താഴെയാണ് ഇപ്പോഴും മാർക്കറ്റ് ഉള്ളത്. അതുപോലെ ഇന്ന് 52 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയി, എന്നിട്ട് 32 പോയിന്റ് മുകളിലോട്ട് കയറി വരികയും ചെയ്തു ഓപ്പണിംഗിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഇന്നലത്തേതിൽ നിന്നും താഴെയാണ്, ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ മുകളിലോട്ട് കയറി വരുന്ന ഒരു രീതിയായിരിക്കും നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ബ്രസീൽ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ബ്രസീൽ ബാലൻസ് ഓഫ് ട്രേഡ്, USA ബേക്കർ ഹ്യൂഗ്സ് ഓയിൽ റിഗ് കൗണ്ട്, USA ചിക്കാഗോ PMI, USA പേഴ്സണൽ ഇൻകം ആൻഡ് സ്പെൻഡിങ്, USA PCE പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ, കോർ PCE പ്രൈസ് ഇൻഡെക്സ്, കാനഡ GDP ഗ്രോത്ത്, ദെൻ ഇന്ത്യ GDP ഗ്രോത്ത്, ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട്, ഇന്ത്യ ബാങ്ക് ലോൺ ഗ്രോത്ത്, ദെൻ ഇന്ത്യ ഡിപ്പോസിറ്റ് ഗ്രോത്ത്, ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇറ്റലി ഇൻഫ്ലേഷൻ റേറ്റ്, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ്, ഫ്രാൻസ് ഇൻഫ്ലേഷൻ റേറ്റ്, ചൈന NBS മാനുഫാക്ചറിങ് PMI. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മാസാവസാനവും വാരാന്ത്യവും കൂടിയാണ്. രണ്ടാമത്തത് ഒരുപാട് ഇന്ത്യ GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ ഇന്നാണ് വരുന്നത്. അങ്ങനെ പ്രധാന ചൈനയുടെ NBS മാനുഫാക്ചറിങ് PMI ഇതൊക്കെ ഇന്നാണ് വരുന്നത്. സോ ഇന്ന് വന്ന് ആഫ്റ്റർ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ ഒന്നും തന്നെ അപ്ഡേറ്റഡ് അല്ല. ഇതൊരു ലിസ്റ്റിൽ ഒരു പേരുകളും തന്നെ കിട്ടിയിട്ടില്ല. അതേപോലെ FNO ബാനിൽ ഇന്ന് സ്റ്റോക്കുകളൊന്നും ഇല്ല, എല്ലാ സ്റ്റോക്കുകളും റിലീസായിട്ടുണ്ട്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 18,108 കോടിയുടെ ബൈങ്ങും 21,158 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,050 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അവർ ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,748 കോടിയുടെ ബൈങ്ങും 10,315 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,432 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. മൊത്തത്തിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ 382 കോടി രൂപയുടെ നിക്ഷേപം എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഈ മാസത്തെ, ഇതിപ്പോൾ മാസം അവസാന ദിവസമാണ്, ഇന്നത്തെ ഡാറ്റയും കൂടി ഇതിനകത്ത് ചേരാനുണ്ട്. 43,827 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 53,618 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 9,791 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപം എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് നിഫ്റ്റി 22,617 ഓപ്പണായിട്ട് 128 പോയിന്റ് നഷ്ടത്തിൽ 22,489 ക്ലോസ് ചെയ്തു. 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബെയറിഷ് മൂവ്മെന്റ് ക്ലിയർലി അത് നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 84 പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് മെയ് മാസത്തിൽ 79 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടാവുക. ഒരു ഡോജിയാണ്, ഓൾമോസ്റ്റ് ചെറിയൊരു ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മന്ത്ലി ക്യാൻഡിൽ.
യെസ്റ്റർഡേ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതേപോലെ വിർജിൻ CPR ആണ്. അതായത് പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല CPRനെ. ഇന്ന് നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് ഇന്ത്യ വിക്സ് ആരംഭിക്കാൻ പോകുന്നത് 24.18 പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.53 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെന്റ് ആണ് അത് പറയുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 24,000 44 ലക്ഷം കോള് ഇവിടെ റേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 22,500 31 ലക്ഷം മാത്രമാണ് പുട്ട് റേറ്റിംഗ് ഉള്ളത്. കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ. PCR ബെയറിഷ് ആണ്. സോ മാർക്കറ്റ് താഴോട്ട് പോകണം എന്തായാലും. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 368 പോയിന്റിന്റെ നേട്ടമുണ്ടാക്കി. ഫിൻ നിഫ്റ്റി 66 പോയിന്റിന്റെ നേട്ടമുണ്ടാക്കി. സെൻസെക്സ് 480 പോയിന്റ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 185 പോയിന്റ് നഷ്ടമുണ്ടാക്കി. ഞാനിപ്പോൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി അതായത് ഫിനാൻസ് സെക്ടർ മുകളിലോട്ടും മേജർ ഇൻഡെക്സുകളെല്ലാം താഴോട്ടുമാണ് പോകുന്നത്. സോ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യണം. കാരണം ഒന്നുമില്ല, ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ അൺസർട്ടിനിറ്റി രൂപപ്പെടുന്ന ഒരു സമയമാണിത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രേഡിങ്ങിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആണ്, മന്ത്ലി എക്സ്പയറി ആണ് ഇന്ന് 31-ാം തീയതി. സോ നോക്കുകയാണെങ്കിലും മന്ത്ലി ചാർട്ടിലേക്ക് ഒരു മാസത്തെ ഇന്ന് ലാസ്റ്റാണ് ഈ വരകളുടെ വാലിഡിറ്റി ഇന്ന് വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഹൈ 76,534 പക്ഷെ അത് എത്തിയിട്ടില്ല ഇതുവരെയും. ഇന്നൊരു ദിവസം കൊണ്ട് അത്രയും കയറിപ്പോവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ എന്താ പറയുക, ആരൊക്കെയോ എന്നോട് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു ടാർഗറ്റ് തന്നിട്ട് എന്താ തന്നു. ഇതുവരെയുള്ള മാസങ്ങളിലെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ മാസം എന്താ പറയുക, ഇലക്ഷൻ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റി വന്നു എത്തിയില്ല. ഇത് ഒരു പ്രവചനം മാത്രമാണ്. ഇങ്ങനെയുള്ള മാർക്കറ്റിലെ ടാർഗറ്റും ഡൗൺ സൈഡിലും അപ്പ് സൈഡിലൊക്കെ ഉള്ള ഒരു റേഞ്ച് ഡിഫൈൻ ചെയ്ത് തരുന്നത് ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. അവിടെ ഒരു കമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മെഷീൻ ഉപയോഗിച്ച് മാർക്കറ്റിനെ അങ്ങോട്ട് തള്ളിക്കൊണ്ടുപോകുന്ന പരിപാടി അല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. ആ പ്രതീക്ഷക്കൊത്ത് മാർക്കറ്റ് നീങ്ങി കഴിഞ്ഞാൽ അവിടെ എത്തും എന്നുള്ളത്. എന്തായാലും പക്ഷേ ഈ മാസം അതിൻ്റെ അടുത്തുവരെത്തി ടച്ച് ചെയ്തില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് അംഗീകരിക്കുന്നു. അതേസമയത്ത് അതെങ്ങനെയും എത്തിക്കണം എന്ന രീതിയിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്ന സെൻസെക്സ് കഴിഞ്ഞ 4 ദിവസം ബെയറിഷ് ക്യാൻഡിലായി വന്ന് നിൽക്കുന്നത് മന്ത്ലി നോ ട്രേഡ് സോണിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും 73,901 73,795 എന്നുള്ളത് മന്ത്ലി നോ ട്രേഡ് സോണാണ്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് നോർമലി സംഭവിക്കാറുള്ളത് ഇവിടെ വന്ന് ടച്ച് ചെയ്താൽ നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതേപോലെ എൻഗൾഫിംഗ് ആയിട്ട് ഫോം ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി അതൊരു സൈഡ് വേസ് മൂവ്മെന്റിൽ അങ്ങനെ തീർക്കാറാണ് പതിവ്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്, 2 ദിവസം അവധി ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാർക്കറ്റ് ഇന്നലെ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് CPR മന്ത്ലി CPRൽ ടോപ്പ് CPRന് ഇന്നലെ ടെസ്റ്റ് ചെയ്തു. ഇനി മാക്സിമം പോയാൽ സെൻട്രൽ CPRന് ഇന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഇവിടം വരെയുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷൻ വരും. എനിക്ക് തോന്നുന്നു ഈ മന്ത്ലി നോ ട്രേഡ് സോണിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ റേഞ്ച് പ്രിഡിക്ഷൻ പ്രകാരം പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ മുകളിലായി, അതായത് കുറച്ച് മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ. അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 74,810 ഇനി അഥവാ താഴോട്ട് പോകുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 72,961 ഏകദേശം 2000 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സൈഡ് ടച്ച് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വളരെ ആക്യുറേറ്റ് ആയിട്ടായിരുന്നു നിഫ്റ്റിയും ഇതും പോയത്. അതേപോലെ ഇന്ന് നോ ട്രേഡ് സോണും CPRന്റെ കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതായത് നോ ട്രേഡ് സോൺ മുകളിലാണ്, CPR താഴെയാണ്. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും എന്ന രീതിയിലാണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത്. CPR താഴോട്ട് വരുന്നത് ക്ലോസിംഗ് ആണ്, അതേപോലെ നോ ട്രേഡ് സോൺ അതിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് ഇറങ്ങി വരും. മാത്രമല്ല അതിന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഇന്നലെ ആഫ്റ്റർനൂൺ സെഷനിൽ അല്ലെങ്കിൽ 3 മണിക്ക് ഒരു റിക്കവറി ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു റിക്കവറിയാണ് ഇന്നലെ ഉണ്ടായത്. സോ അത് കൂടെ ഇതിനെ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ദെൻ ബെയറിഷ് മൂവ്മെന്റ് വരാനുള്ള, ബെയറിഷ് മൂവ്മെന്റ് എന്ന് ഓപ്ഷണലാണ്, വരണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന ചില അനുമാനങ്ങളാണ്. മാർക്കറ്റ് അങ്ങനെ പോകണമെന്നില്ല. നിങ്ങൾ ട്രേഡ് എടുക്കുന്നവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ട്രെൻഡ് കൺഫേം ചെയ്തിട്ട് തന്നെ എടുക്കുക. ഇത് സാധ്യതകളാണ് ഞാൻ പറയുന്നത്. സോ ഒരു ഹയർ സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് കയറി പോവുകയാണെങ്കിൽ ഇന്നൊരു റിക്കവറി കാഴ്ച വെക്കുകയാണെങ്കിൽ, കാരണം മന്ത്ലി നോ ട്രേഡ് സോണിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് പൊങ്ങി അതിൻ്റെ മുകളിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഈ ഒരു സംഭവം ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു,
മന്ത്ലി ബ്രേക്ക് ഡൗൺ ലൈനിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പെട്ടെന്ന് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരിക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം ഒരു ഹയർ സൈഡിലേക്കാണ് മാർക്കറ്റ് പോകാൻ തീരുമാനിച്ചത്. മീൻസ് ഇന്നൊരു റിക്കവറിയുടെ സൂചന തരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാർക്കറ്റ് 74,810 വരെയും കയറിപ്പോവും. ഇനി അതല്ല, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ബെയറിഷ് മൂവ്മെന്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സോൺ ഉണ്ട്. അതായത് ബ്രേക്ക് ഔട്ട് ലൈൻ മുതൽ S1 വരെയുള്ള ഈ ഒരു സോണിനെ നിങ്ങൾ നോ ട്രേഡ് സോൺ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കുക. അതായത് അതിൻ്റെ വാല്യൂസ് പറയുകയാണെങ്കിൽ 74,122 മുതൽ 73,904 വരെ ഏകദേശം ഒരു 150-200 പോയിന്റിൻ്റെ അടുത്തുണ്ട്. വലിയൊരു സോണാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. വൺസ് ഇനി ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു യെസ്റ്റർഡേ ലോയും S1 കൂടി S2 കൂടി ആയിട്ട് ഒരു സോൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഇവിടെയും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. 73,904 മുതൽ 73,23 മുതൽ 73,668 വരെ 73,723 മുതൽ 668 ഏകദേശം ഒരു 50 പോയിന്റിന്റെ ഒരു സോൺ ഇവിടെ ഫോർമേഷൻ വന്നിട്ടുണ്ട്. സോ അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇവിടെ നിന്ന് കൺസോളിഡേഷനിൽ ഫർദർ ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഫോൾ ഉണ്ടായാൽ പിന്നീട് മാർക്കറ്റ് 72,961 ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടച്ച് ചെയ്യും എന്ന് ഉറപ്പിച്ച് നിൽക്കരുത്. അതിന് മുൻപിൽ 73,500 എന്ന ഒരു ലെവലുണ്ട്. 73,000 ലെവലാണ് 72,961 എന്ന് പറയുന്നത്. സോ 73,500 എന്ന ഒരു ലെവല് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ 73,904 ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, അവിടെ 74,000 എന്ന ഒരു സൂപ്പർ സ്ട്രോങ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സോണാണ്. സോ അവിടെ വെച്ചിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് 904 വരെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയേക്കാം. അവിടെ നിന്ന് ഫർദർ ഫോൾ വന്നു കഴിഞ്ഞാൽ 73,500 കട്ട് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ 72,961 ഇന്നത്തെ ഡേ ലോ ആയി വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ നോക്കിയിട്ട് ഉറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വരികയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് എഴുതുന്ന ശീലങ്ങൾ ആരംഭിക്കാം. നമ്മൾ എന്തുകൊണ്ടൊരു ട്രേഡ് എടുക്കുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ മാത്സ്, അല്ലെങ്കിൽ അതിൽ ആ ട്രേഡ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ ട്രേഡ് എടുക്കുമ്പം എഴുതി സൂക്ഷിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ബുക്ക് മേശപ്പുറത്തുണ്ടായിക്കട്ടെ, പേനയും കൊണ്ട് എഴുതുക. ഓൺലൈനിലോ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ എഴുതുന്ന രീതി ഒഴിവാക്കുക. പേന കൊണ്ട് ബുക്കിൽ തന്നെ എഴുതുക, നോട്ട്ബുക്കിൽ എഴുതുക എന്നത്. ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഓവർ ട്രേഡ് ഒഴിവാക്കാനും, മറ്റൊന്ന് ക്വിക്കായിട്ടുള്ള ട്രേഡുകൾ. ഒരു ട്രേഡ് ക്ലോസ് ചെയ്ത് അപ്പം തന്നെ പച്ച ക്യാൻഡിൽ കണ്ടു അത് ഓടിപ്പോയി എടുക്കുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, ട്രേഡിംഗ് സൈക്കോളജി ശരിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഓർക്കുക, ഇന്ന് വളരെ മനോഹരമായൊരു ദിവസമാണ്. നിങ്ങൾ ഇന്ന് വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഈ ശീലങ്ങൾ ആരംഭിക്കുക. നോർമലി ഒരു ശീലം ഉണ്ടാവാൻ 41 ദിവസം എടുക്കും. അപ്പോൾ ഈ മനോഹരമായ ഈ വെള്ളിയാഴ്ച ഇന്ന് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പുതിയ ശീലങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. ഹാപ്പി ആയിട്ടിരിക്കുക. വളരെ മനോഹരമായ, വളരെ നല്ല ലാഭകരമായ ഒരു ദിവസം ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.